ഹലോ എല്ലാവർക്കും ഏറ്റവും ഒരു ടീസർ റിയാക്ഷൻ റിവ്യൂലേക്ക് സാർ നമ്മുടെ ചാനൽ ഇപ്പോൾ ഞാൻ പറയാറുണ്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷകൾ തോന്നുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ കുറച്ച് ചിത്രങ്ങളൊക്കെ നമ്മൾ റെക്കമെൻഡ് ചെയ്യാറുള്ളതെന്നും അപ്പോൾ ടീസർ റിവ്യൂ നോക്കി നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഏറ്റവും പുതുത്തരമായ ബബ്ബ എന്ന പറഞ്ഞ ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമായിട്ട്. നമ്മൾ ഒരുപാട് ദിവസങ്ങൾ മുമ്പ് ഈ ചിത്രത്തിൻ്റെ ഒരുപാട് അപ്ഡേറ്റ് ഒക്കെ നമ്മുടെ ചാനൽ ചെയ്തിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഈ സമീപകാലത്തൊക്കെ ഇറങ്ങിയിട്ടുള്ള ദിലീപ് ചിത്രങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ എനിക്ക് പോലും അല്പം പ്രതീക്ഷ തോന്നുന്ന ഒരു ചിത്രം തന്നെയാണ് ബബ്ബ എന്ന് പറഞ്ഞ ചിത്രം. കാരണം ആ ടീസറിൻ്റെ പ്രസൻറ്റേഷൻ ആ രീതിയിൽ തന്നെയാണ് വർക്കൗട്ട് ഉള്ളത്. ധനഞ്ജയ് ശങ്കറാണ് ഡയറക്ഷൻ, അതുപോലെ തന്നെ നൂറിൻ ഷരീഫ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡും ചേർന്നിട്ടാണ് ഇതിനെ തിരക്കഥ രചിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, വളരെ പ്രതീക്ഷയുടെ തോന്നുന്നുള്ള ഒരു ടീസർ തന്നെയാണ് കൊണ്ടുവരാൻ ശ്രമിച്ചത്. ഡ്യൂറേഷൻ നോക്കുക വെച്ചാൽ 1 മിനിറ്റും 48 സെക്കൻഡാണ് ടീസർ ഡ്യൂറേഷനായി കൊടുത്തിട്ടുള്ളൂ. എനിക്കും ദിലീപ് ഫാൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി സമീപകാലത്തെല്ലാം വെച്ച് ആഘോഷിക്കപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു ചിത്രം തന്നെ. കാരണം ടീസർ അടക്കം ഒരു ടീസർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ട്രിഗറിലൊക്കെ റിവ്യൂ പോലും ചെയ്തിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക, വളരെ പ്രതീക്ഷ തന്നെയാണ് ഫാൻസുകാരും ഉറ്റുനോക്കുന്നത്. ഇത് കാശി നോക്കി കഴിഞ്ഞാൽ ദിലീപിനെ കൂടാതെ നമ്മുടെ വിനീത് ശ്രീനിവാസൻ, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, സാന്തി മാസ്റ്റർ, അതുപോലെ തന്നെ ബാക്കി ഒരുപാട് താരങ്ങളുണ്ട്. നമ്മുടെ ലാലേട്ടൻ ക്യാമറോൾ വരുന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ ടീസർ കണ്ടപ്പോൾ എനിക്ക് വളരെ പ്രതീക്ഷ തോന്നിയിരുന്നു. കാരണം അതിൽ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കണ്ടന്റ് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പക്ഷേ ഇതിൽ നെഗറ്റീവ് ഷെയ്ഡായിട്ട് വരാൻ വേണ്ടി പോകുന്നത് വിനീത് ശ്രീനിവാസൻ തന്നെയാണ്, മുന്നേ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്ന 2 വ്യക്തികളാണ് ധ്യാൻ ശ്രീനിവാസനും അതുപോലെ തന്നെ ദിലീപും. ഒരു എന്താ പറയുക, ഒരു പൊളിറ്റിക്സ്, ഒരു ഇലക്ഷനും ഇതുമായി ബന്ധപ്പെട്ടുള്ള മോഷണം കാര്യങ്ങളൊക്കെ തോന്നുന്നു പടത്തിൻ്റെ കണ്ടൻറ്റായി യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പേർ മരിച്ചു വീഴുന്ന ഭാഗമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടൻറ്റ് വളരെ ശക്തമായി തന്നെ പറയുന്നുണ്ട്. മെയിനായിട്ട് രാഷ്ട്രീയം തന്നെയായിരിക്കും. കാരണം ഒരുപോലെ തന്നെ ഒരുപാട് പേർ ഭയക്കുന്ന പോലീസുകാരും പൊളിറ്റീഷ്യന്മാരും എല്ലാം ഒരു വ്യക്തിയെ തന്നെ ഫോക്കസ് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും അത് രാഷ്ട്രീയമായി ബന്ധപ്പെട്ട എന്തോ കാര്യം തന്നെയാണ്. അത് പൂർണ്ണമായിട്ടും 101% അത് വ്യക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുമാത്രമല്ല, അതൊരു ഫാൻറ്റസി ടൈം ട്രാവൽ മൂവി എന്നൊക്കെ വ്യക്തമായി തരുന്നുണ്ട്. ഒരു കാറും ആ കാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ലാലേട്ടൻ ഇതിൽ ഏറ്റവും ഒരു ക്യാമറ റോൾ വരാൻ വേണ്ടി പോകുന്നത് ഏകദേശം അദ്ദേഹത്തിൻ്റെ ഷെയ്ഡ് കൊടുത്തിട്ടുള്ള 10 ദിവസത്തെ ഷൂട്ടിംഗ് ആണ്. അവസാനത്തെ വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിത്രം പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ലാലേട്ടൻ്റെ റോളിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെ ആകാംക്ഷയുണ്ട്. കാരണം ദിലീപിനുമായി പോലെ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും അടക്കം ഈ മാതിരി പ്രസൻറ്റേഷനാണ് ടീസർ കൊടുത്തതെങ്കിൽ, ടീസറെ പോലെ തന്നെ പടം നമ്മുടെ മുമ്പിലേക്ക് എത്തുമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ലാലേട്ടൻ ഗംഭീരമായിട്ടുള്ള ഒരു തീ തന്നെ വരവ് തന്നെയായിരിക്കും പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ടാവുക. അത് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എന്താ പറയുക, ബബ്ബയെ കുറിച്ച് പറയുമ്പോൾ ഭയം, ഭക്തി, ബഹുമാനം തന്നെയാണ് പൂർണ്ണമായിട്ടും മുന്നോട്ട് പോകുന്നത്. ഭയവും ഭക്തിയും ബഹുമാനം. അപ്പോൾ ഇതിൽ ദൈവത്തെ വിറ്റ് കാശാക്കുന്ന ഒരു വിഭാഗമായിരിക്കും പൂർണ്ണമായിട്ടും എന്താ പറയുക, പലർക്കും പൊള്ളുന്ന ഒരു കണ്ടന്റ് തന്നെയായിരിക്കും അവർ പക്ഷേ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതൊരു 101% നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയായിരിക്കും പൂർണ്ണമായിട്ടും ഇതിൻ്റെ കണ്ടന്റ്. ആ പേരിൽ പോലും വ്യക്തമാക്കി തരുന്നുണ്ട്. രാഷ്ട്രീയമായി പോലെ തന്നെ രാഷ്ട്രീയത്തെ വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളും ഒക്കെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. അവർക്കിടയിലേക്ക് ഒരു കള്ളനും വരുന്നു. പിന്നീടുള്ള ഒരു പ്രാന്തന്മാരെ കളി തന്നെയാണ്. പ്രാന്തില്ലാത്തവർ ആരാണെങ്കിൽ ലോകത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത ടീച്ചർ തന്നെ ആരംഭിക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ടൊരു മാഡ്നസ് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആ പ്രാന്തിനെ ചുക്കാൻ പിടിക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ടാവുക. എന്തായാലും എനിക്ക് തോന്നുന്നു സമീപകാലത്തായിട്ട് ജനപ്രിയ നായകൻ അല്ല ദിലീപിൻ്റെ ഒരു ചിത്രത്തിന് വേണ്ടി ഞാനും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ചിത്രം തന്നെയായിരിക്കും. എനിക്ക് അല്പം പ്രതീക്ഷ തോന്നുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം. എന്തായാലും 2025 തന്നെ റിലീസ് ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പൂജ റിലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഷൂട്ടിംഗ് കുറച്ചുകൂടി പെൻഡിങ് ഉള്ളപ്പോൾ നമുക്ക് എന്തായാലും ഒക്ടോബറിലൊക്കെ മാസങ്ങളിലൊക്കെ ആയിട്ട് കാത്തിരിക്കാം. ജനപ്രിയ നായകൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു 100 കോടി എന്ന് പറയുന്ന സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ തിരിച്ചുവരനായിട്ട്. അപ്പോൾ ആരൊക്കെയാണ് ബബ്ബയുടെ ടീസർ കണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ബൈ.